സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണയിൽ റോഡ് ഉപരോധവുമായി നാട്ടുകാർ. സംസ്ഥാന പാതയിൽ എടവണ്ണ വണ്ടൂർ റോഡിലാണ് നാട്ടുകാർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചത്. 1 മണിക്കൂറോളം നേരം നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. നാളെ മുതൽ പ്രവൃത്തി നടത്താമെന്ന ബന്ധപ്പെട്ടവരുടെ ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പ്രദേശത്ത് ഇന്നലെ 5ഓളം അപകടങ്ങളാണ് നടന്നത്. അപകടങ്ങൾ പെറ്റുവരുകി, ജനങ്ങളാകെ ദുരിതത്തിൽ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, റോഡിലാകെ കുണ്ടും കുഴിയും, അപകടങ്ങൾ പെറ്റുവരുകി, ജനങ്ങളാകെ വലയുന്നു, പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതിഷേധം, റോഡ് ഉപരോധം സിന്ദാബാദ്, ജനകീയ ഐക്യം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, റോഡിലാകെ കുണ്ടും കുഴിയും, അപകടങ്ങൾ പെറ്റുപിരുകി, ജനങ്ങളാകെ ദുരിതത്തിൽ, പ്രതിഷേധം, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, റോഡിലാകെ കുണ്ടും കുഴിയും, ആക്സിഡന്റുകൾ പെറ്റുവരുകി, അപകടങ്ങൾ പെറ്റുവരുകി, ജനങ്ങളാകെ വലയുന്നു, നാട്ടുകാരുടെ പ്രതിഷേധം, റോഡ് ഉപരോധം സിന്ദാബാദ്, റോഡിലാകെ കുണ്ടും കുഴിയും, അപകടങ്ങൾ പെറ്റുവരുകി. വരുന്ന വെള്ളം ഇവിടുന്നും പോകാണ്ട് അവിടുന്നും പോകാണ്ട് ഈ ഒരു ആവശ്യം ഓപാലത്തിന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ വരുന്ന വെള്ളം എവിടേക്കും പോകാനില്ല. എന്നിട്ട് വെറുതെ ഉദ്യോഗസ്ഥന്മാര് കരാറുമാരെയും ഒത്തുചേർന്ന് കണ്ട് ഓൾക്ക് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഓവാലത്തിന്റെ പണി എടുക്കുന്നത്. എന്നാൽ ഓവാലത്തിന്റെ പണി തുടങ്ങി മര്യാദക്ക് തുടങ്ങുന്ന പരിപാടിയില്ല. ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം മഴക്കാലത്താണ് ഇവിടെ ഇമ്മത് തുടങ്ങിയത്. അതിന്റെ മുന്നേ ചെയ്യായിരുന്നു. എന്നിട്ട് പണി തുടങ്ങിയിട്ട് ഇവിടെ ഏകദേശം ഒരു 25ഓളം ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണിട്ടുണ്ട്, കൈയൊടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ 5 ആൾക്കാരാണ് ആശുപത്രിയിൽ വീണിട്ട് ആശുപത്രിയിൽ പോയത്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അപ്പൊ കരാറുകാരൻ ഓന് സബ് കൊടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടാണ് മുങ്ങുക. ആ പരിപാടി നമുക്ക് ഇനി പറ്റൂല. ഇവിടെ ഉത്തരവാദപ്പെട്ട പിടിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിന് സമാധാനം ഞങ്ങൾക്ക് തന്നിട്ട് മാത്രമേ പോളൂ. ഇന്നലെ ഇതിന് കോറി വേസ്റ്റ് ഇട്ട്, ആ കോറി വേസ്റ്റ് ഇട്ട് കണ്ട് ഓലിട്ടാണ് പോയി. അത് മുഴുവൻ കുഴിയായി. അവിടെ വന്നിട്ട് എന്തായാലും 5 ആൾക്കാർ അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ തീരുമാനം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടല്ലാതെ ഈ സമരത്തിൽ ഞങ്ങൾ പിന്മാറില്ല. ഇത് ജനങ്ങളുടെ എല്ലാവരുടെയും സമരം തുടങ്ങിയാണ്. നാട്ടുകാരുടെ
വണ്ടൂർ റോഡിൽ കിഴക്കേ തലയിലാണ് റോഡിൽ ഓവുപാലത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. 2 മാസമായി പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. സ്ഥലത്തെ കുഴിയിൽ വീണ് ദിനം പ്രതി നിരവധി യാത്രക്കാർക്കും പരിക്കേൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും വണ്ടൂർ സ്വദേശികളായ കുടുംബം അപകടത്തിൽപ്പെട്ടിരുന്നു. പ്രദേശത്ത് ഇന്നലെ മാത്രം 5ഓളം അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ വണ്ടൂരിന്ന് കുണ്ടോട്ടേക്ക് യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ശാന്തിനഗറിൽ വെച്ച് അവിടെ വേസ്റ്റ് കോറി ഇടുന്നിട്ടത് കൊണ്ട് അവിടെ വണ്ടി ഒന്ന് സ്ലിപ്പായി കണ്ട് മറിഞ്ഞു പോയി. രണ്ടാൾക്ക് എനിക്കും എൻ്റെ ഭാര്യക്കും നല്ലൊരു പരിക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുമ്പും വേറെ ആൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 10 മിനിറ്റ് മുമ്പ് വേറെ 2 ഉസ്താദന്മാർക്കും സംഭവിച്ചു. പിന്നെ അതിൻ്റെ മുമ്പ് വേറെ ആൾക്കൊക്കെ സംഭവിച്ചു. ഇതൊരു സ്ഥിരം ആണ് അങ്ങനെ. അതുകൊണ്ട് ഇതിന് എൻ്റെ കാലിനും എൻ്റെ കയ്യിനും നല്ല പരിക്കുണ്ട്. ഭാര്യക്ക് പുറം വേദന, പിന്നെ നെഞ്ഞുവേദന, അങ്ങനെയൊക്കെയാണ്. തലക്കുണ്ട്, തലക്കും പരിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ 2 ദിവസം ഇവിടെ കിടക്കണം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ റോഡ് പണി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനായിട്ട് ചെക്കന്മാരവിടെ നിൽക്കുകയാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ വീണ് 2-3 ടീം ഇവിടെ നിന്ന് രാജഗിരി ഒരാഴ്ച, ഒരാൾ ചാത്തൂരിലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് അഡ്മിറ്റ് ആയത് പോയത്. പിന്നെ ഇന്നിപ്പോൾ താത്തിയും വീണു. അതിൻ്റെ മുന്നേ 2-3 ആൾക്കാർ ഇന്നലെയും മിഞ്ഞാന്നും. ഇത് സ്ഥിരം പരിപാടിയാണ് അവിടെ. ഇതിനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ചെക്കന്മാർ ഒരു കൂട്ടായ്മയായിട്ട്. അതിനെന്തെങ്കിലും ഒരു മാർഗം കാണണം എന്നല്ലേ അഭിപ്രായമാണ്. ബാർബർ ഷോപ്പിൽ ഒരു ചങ്ങായിക്ക് ഇതേമാതിരി തന്നെ വീണാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ്ട് വീട്ടിലാണ്. ഞങ്ങള് വണ്ടൂർ എടവണ്ണ റോഡ് ശാന്തിനഗറിന്റെ അവിടെ റോഡ് കീറുകയും ഒട്ടനവധി ആളുകൾ വീഴുകയും, അതുപോലെ ഇന്നിപ്പം ഒരു 4-5 ഫാമിലി വീണ് ഒരു സ്ത്രീയുടെ ഹോസ്പിറ്റലിലാണ്. തലക്കൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു 1 വീക്ക് മുമ്പ് 2 പേര് വീണിട്ട് ഒരാഴ്ച ഈ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. അതുപോലെ എടവണ്ണ ഹോസ്പിറ്റലിന്റെ അടുത്ത് നിലമ്പൂർ സ്വദേശി വീണ് ഒരു മേജർ ഓപ്പറേഷൻ വരെ കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇനിയും അധികൃതർ ഇതിനു വേണ്ടൊരു നടപടിയില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ അതിനുവേണ്ട പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് പോകുമെന്നാണ് ഇതിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതേസമയം ആവശ്യമില്ലാത്ത ഓവുപാലമാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. 1 മണിക്കൂർ നീണ്ട ഉപരോധ സമരം എടവണ്ണ പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചതോടെ സമരക്കാർ താൽക്കാലികമായി പിന്മാറുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ താൽക്കാലിക പ്രവർത്തികൾ നടത്തി തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് PWD ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയത്. തുടർന്നും പ്രവൃത്തി വൈകിയാൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു. അല്ല, ഞമ്മക്ക് ഇടവണ്ണ പോലീസിനെ മാത്രമേ വിശ്വാസമുള്ളൂ. അങ്ങനെ വിശ്വാസമല്ല. സ്റ്റേഷൻ ഞങ്ങൾക്ക് വിശ്വാസമാണ് സാറേ. സാറേ ഇവർക്ക് അല്ല സാറേ, അതിന് മുന്നേ വീട് മരിച്ചാൽ ഉത്തരവാദിത്തം വെച്ചോക്കി സാറേ ഇവർക്ക് സാറേ എല്ലാ പ്രശ്നവും ഇവർക്ക് ഇവിടെ റോഡ് നന്നായി കിട്ടിയാൽ മതി. അപ്പൊ ഒന്ന് ആള് വന്നിട്ട് നന്നാക്കുന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് മതി സാറേ. അങ്ങനെ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുമാണെങ്കിൽ തൽക്കാലം പിൻവലിക്കാം. സ്റ്റേഷൻ മുഖേന സാർമാര് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ. പിന്നെ നാട്ടിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഓവുപാലം കേട് വന്നപ്പം അത് നന്നാക്കണം എന്നുള്ളതിന്റെ ആവശ്യത്തിന്റെ PWD ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ പരിപാടി നടത്തിയിരുന്നു. അത് ഞങ്ങളെ സമരം വിജയിച്ചിരിക്കുന്നു. എയുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്ക് കോറി വേസ്റ്റ് ഇട്ടത് അത് വൃത്തിയാക്കി തരുന്നു. ബാക്കിയുള്ള പണി നാളെ തുടങ്ങുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഞങ്ങളുടെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിന് പങ്കെടുത്ത എല്ലാ ആളുകളോടും ആത്മാർത്ഥമായി അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ന് അഥവാ ഇവർ നന്നാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ ആര് പറഞ്ഞാലും കേൾക്കാത്ത രൂപത്തിലുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുന്നു. ഈ PWD ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും പോലീസുമായുള്ള ഫോണിലൂടെയുള്ള ചർച്ചയിലൂടെയാണ് ഇപ്പോൾ ഇത് പരിഹരിച്ചത്. ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഇടയിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ ചുറ്റുമുള്ള ആളുകളെ കൂട്ടി വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്.
സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.